സ്കിപ്പ് ചെയ്തു തലമണ്ട അടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ എനിക്ക് പറയണം മൊത്തം കേട്ടിട്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കേ എന്താ ചെയ്തത് ഞാൻ പറഞ്ഞ മൊത്തം അങ്ങനെ കേൾക്കാനുള്ളൊരു ക്ഷമ നിങ്ങൾക്ക് വേണം. നമ്മുടെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ മാന്യമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിട്ട് ഒരാളും കാണുന്നില്ല. ഒരു വീഡിയോക്ക് ഇച്ചിരി പുളിയും എരിവും ചെന്നാൽ ആ വീഡിയോ റീച്ച് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണ് ക്ഷമിക്കണം. അതിൽ പല കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനെയും ഞാനും മൊത്തം ഏറിലായിരുന്നു, പാറി കിടക്കായിരുന്നു. അച്ഛൻ പാവം നിരോധനമായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നത്, ആളടക്കം മേറിൽ കുറെ ചീത്തവിളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മുടെ കയ്യിലുള്ള കൊടകൾ എല്ലാം വിറ്റുപോയി. അത് കൂടാണ്ട് 100-300 കൊടകൾക്കും എല്ലാം നിരവധി ഓർഡറുകൾ എല്ലാം വന്ന് അമ്മ വളരെ ഹാപ്പിയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇനി ആ അമ്മ പറയണ വോയിസും കൂടി ഉണ്ട്, അതും കൂടി കേട്ടോ. ഈ വൃത്തിയായിട്ടവനെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നല്ലോ, ഈ വൃത്തിയായിട്ടവനെ കൊണ്ട് വീഡിയോ ചെയ്യിക്കരുത്, അവൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കച്ചവടം കഞ്ഞിമുടി മുട്ടിപ്പോന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ ആ ചേട്ടന്മാരോടും കൂടി ഇതേ അമ്മ പറയുന്ന വോയിസും കൂടി ഞാൻ ഈ വീഡിയോയിൽ കേൾപ്പിക്കാട്ടാ. ഭയങ്കര സന്തോഷമായി ചേച്ചി. കുറെ ഓർഡർ കിട്ടി, 100 എണ്ണത്തിന് വരെയൊക്കെ ഓർഡർ കിട്ടി. പിന്നെ ഒരു കമ്പനിയുടെ 5000 കൊടയുടെ എൻക്വയറി വന്നിട്ടുണ്ട്. എനിക്ക് നീ ചെയ്തെന്ന കാര്യം വലുതാ, അത് എനിക്കും നിനക്കും ദൈവത്തിനും അറിയാം. നിനക്ക് അതിന് ദൈവം പ്രതിഫലം തരും. ഒരു പ്രവൃത്തി ഞാൻ അത്രയും കരയുന്നില്ലെന്നേ ഉള്ളു ചേച്ചി. അത്രയും ബുദ്ധിമുട്ടി നിന്ന സമയത്താണ് നീ വന്ന് എനിക്കത് ചെയ്തു തന്നത്. നീ എനിക്ക് ഈ ചെയ്തു തന്ന കാര്യം അത് മറ്റുള്ളവർക്ക് അറിയത്തില്ല അതിന്റെ വില. അത്രയും എനിക്ക് എന്റെ വാക്കുകൊണ്ട് അത് പറഞ്ഞാൽ തീരത്തില്ലട. നന്നായി വരും. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുക, ആരും ഇല്ലാത്തൊരമ്മയമ്മാനും ആടാ ഞങ്ങൾ. അപ്പൊ എന്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയും, നീ നന്നായി വരും, നന്നായി വരും. കാരണം ഞാൻ ഈ ഒരു താഴെത്തട്ടിന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി എന്റെ കൂടെ, അതായത് ഞാൻ ചെറുതായ സമയത്തോട്ട് എന്റെ കൂടെ നിന്ന് എന്നെ വളർത്തി ഇവിടെ വരെ എത്തിച്ചവർ എന്നെ മനസ്സിലാക്കി എന്നും എന്റെ കൂടെ ഉണ്ട്. അതാണ് എന്റെ കൊമ്മന്റെ ഏറ്റവും വലിയ വളർച്ച, അല്ലെങ്കിൽ ഒരു ശക്തി എന്നല്ല പറയണം. കാരണം അവിടെ കുറെ നെഗറ്റീവ് കമന്റ് വന്നപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കമന്റ് ബോക്സിൽ കൊമ്മൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. അവൻ നമ്മുടെ പയ്യനല്ലേ, അവൻ നമ്മളോടുള്ള ഒരു ഫ്രീഡം കൊണ്ട് പറഞ്ഞാണ്. അങ്ങനെ ഇങ്ങനെ കുറെ കമന്റുകൾ വന്നിരുന്നു. അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്റെ അച്ഛനെയും എന്നെയും കുറെ ചീത്ത വിളിച്ചിട്ടുണ്ടായി, നീ പൈസ വാങ്ങി ചെയ്താലടാ കള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഒരു രൂപ പോലും ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. എന്റെ കട ഇനോഗ്രേഷൻ ആയിട്ട് എന്റെ കയ്യിലുള്ള പൈസ എല്ലാം കടയിലോട്ട് ഇറക്കിയിട്ടും പിന്നെ ഒരു വണ്ടി തട്ടിയിട്ടും എന്റെ കയ്യിൽ മൊത്തം പൈസ പോയി. എന്നിട്ടും ഞാൻ എന്റെ കയ്യിൽ പെട്രോൾ അടിക്കാൻ സത്യം പൈസ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഒരാളിന് കടം വാങ്ങിച്ച് ആ വണ്ടിയിൽ പെട്രോൾ അടിച്ചാണ് അമ്മയ്ക്ക് പോയിട്ട് വീഡിയോ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുട വാങ്ങാൻ പറ്റുള്ളൂ. എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്റെ കട കഴിഞ്ഞ ദിവസം വരുന്ന ഇനോഗ്രേഷൻ മാളയിൽ. അപ്പൊ അതിനകത്തോട്ട് ഞാൻ പൈസയൊക്കെ എല്ലാം കൂടി ഇട്ട് വെച്ചേക്കായിരുന്നു. അപ്പൊ കട ഇനോഗ്രേഷൻ ഇടയിലാണ് അമ്മയ്ക്ക് ആ പോയിട്ട് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. പലരും കമന്റ് ഇട്ടിരുന്നു, ഈ വൃത്തിയായിട്ടവനെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയെ നിങ്ങൾക്ക് കച്ചവടം കിട്ടൂല, ഒന്നും കിട്ടൂല, നിങ്ങൾക്കുള്ള നിങ്ങളുടെ കഞ്ഞുകൂടി വരെ മുട്ടു എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ വൃത്തിയായിട്ടവൻ പോയി ചെയ്തിട്ട് ചേട്ടാ നന്നായിട്ട് നമുക്ക് കച്ചവടം ഉണ്ടായി. കാരണം ഇവനെ, അതായത് കടൽക്കൊമ്പനെ എന്താണെന്ന് അറിഞ്ഞ് സ്നേഹിക്കുന്ന പലരും പോയി വാങ്ങിയിട്ടുണ്ട്. പലരും ഈ ഒരു വീഡിയോ വന്നിട്ട് കമന്റ് ബോക്സിൽ ഇത്ര വലിയ അനാവശ്യങ്ങളും കാര്യങ്ങളും വന്നിട്ടും എന്നെ പേഴ്സണലി മെസ്സേജ് കൊമ്പ ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം, മോ വിഷമിക്കേണ്ട, ആൾക്കാർ പലതും പറയും അത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായി. അമ്മയെ വിളിച്ച് കൊടകളും എല്ലാം വാങ്ങി. ഞാൻ വളരെ ഹാപ്പിയാണ്. അടുത്ത കൊല്ലം ആ അമ്മയ്ക്ക് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാം. അന്ന് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും അടുത്ത കൊല്ലം എനിക്ക് നിറവേറ്റാൻ പറ്റും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കുടയൊക്കെ വാങ്ങാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അമ്മനെ വിളിക്കുക, കൊമ്പൻ കാശ് വാങ്ങി ചെയ്താണ് കള്ളനാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട ചേട്ടന്മാർക്കും അമ്മയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുക കൊമ്പൻ 1 രൂപ വാങ്ങിയിട്ടുണ്ടാകും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം നിർത്തി വീട്ടിലിരുന്നോളാട്ടാ. കാരണം ഞാൻ എന്താണ്, എന്നെ എന്താണെന്ന് മനസ്സിലാക്കിയൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന്. ഇതുവരെ ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തവരെ 1 രൂപ പോലും വാങ്ങിയാണ്ട് നിരവധി വീഡിയോ, ഈ ഒരു വീഡിയോ മാത്രമല്ല പല വീഡിയോകളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ ഒന്നും എൻ്റെ കയ്യിൽ തരാനില്ല, ഇതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ്. എല്ലായിടത്തും പൈസ എന്നും പറഞ്ഞ് പല ഇൻഫ്ലുവൻസർമാരും നടപ്പുണ്ടാവും. നിങ്ങൾ ആ ഒരു കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. എന്തായാലും ഒത്തിരി നന്ദി. നെഗറ്റീവ് വന്ന് അച്ഛനേറിപ്പോയി, ഞാനും ഏറിപ്പോയി. അതിനേക്കാൾ സന്തോഷം എന്നെ മനസ്സിലാക്കണമെന്ന് ഇപ്പോഴും എൻ്റെ കമന്റ് ബോക്സിൽ ഫോളോവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ എന്നെ വിളിച്ച തെറി കമന്റുകളും എല്ലാം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതുകൂടാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത കമന്റുകളുണ്ട്. അപ്പൊ ഇനി എന്നെ ചീത്ത വിളിച്ചിട്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് കുറെ പേര് എന്റെ വീഡിയോ കൊണ്ട് ഒറ്റയടിക്കുന്ന കമന്റ് ഇട്ട് ചേട്ടന്മാരും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി കൊടകൾ ആ അമ്മ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കൊടകൾ വിറ്റ് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇച്ചിരി ഒരു കമന്റ് ബോക്സിൽ ഇച്ചിരി എരിവും പുളിയൊക്കെ വീണോട്ടെ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒരു ക്രിയേറ്റർക്ക് അറിയാം എങ്ങനെ റീച്ച് പോകണമെന്ന്. അപ്പൊ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മണ്ടേ അടിച്ച് പൊട്ടിക്കും, സ്കിപ്പ് ചെയ്ത് പോയാൽ മണ്ടേ അടിച്ച് പൊട്ടിക്കും എന്ന് പറയാനുണ്ട്. ഒരാളോടും ദേഷ്യമോ അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഫോളോവേഴ്സിനെ റോട്ടിലും എവിടെ വെച്ച് കണ്ടാലും വഴി വെച്ചുകണ്ടാലും ഞാൻ നന്നായിട്ട് പോയി സംസാരിക്കുകയും ചെയ്യും. അത് എനിക്ക് അത്ര കാര്യമാണോ? ഇതുവരെ ഒരാളോട് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പേഴ്സണലി ഞാൻ നേരിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ പലരും എന്നെ അറിയാണ്ട് കുറെ കമന്റുകൾ
ആളുകൾ എൻ്റെ അച്ഛനെയും എന്നെയും വിളിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയാത്തവരോട് വേണ്ടി ഞാൻ പ്രത്യേകം പറയുന്നത് സോറി, ക്ഷമിക്കണം. ആ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ കയ്യിലെ കുടകൾ വിറ്റ് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടാ. അപ്പോൾ ഇനിയും ഞാൻ എന്തെങ്കിലും വാങ്ങി എന്നൊക്കെ സംശയമുള്ള ഏട്ടന്മാർക്ക് അമ്മയെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്തതിൻ്റെ ഏട്ടന്മാരോട് എല്ലാവരോടും ഹൃദയത്തിൽ തൊട്ട് ഒത്തിരി നന്ദി പറയണ്ട.